കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വീണ്ടും അവിടെ കവാടം മറികടക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു. പോലീസ് വാഹനത്തിന് നേരെ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസുമായി പ്രവർത്തകർ നേർക്കുനേർ കയ്യാങ്കളിയിലൊക്കെ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനമെമ്പാടും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവജന പ്രതിപക്ഷ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ മണിക്കൂറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധം, BJP പ്രതിഷേധമൊക്കെ നമ്മൾ ഈ പോയ 1.5 മണിക്കൂറിൽ തന്നെ കാണുന്നുണ്ടായിരുന്നു. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. അരുൺ, ഈ സമരങ്ങളൊന്നും വലിയ തോതിൽ സംഘർഷാത്മകം അക്രമാസക്തമൊന്നും ആകുന്നില്ലെങ്കിൽ കൂടിയും ശക്തമായ സമരം നടക്കുന്ന ദിവസമാണ് കണ്ണൂരിലടക്കം. അരുൺ, കണ്ണൂരിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗേറ്റ് മറികടക്കാനുള്ള ശ്രമങ്ങൾ, ഗേറ്റിൻ്റെ മുകളിൽ കയറിയ ഒരു പ്രവർത്തകനെ പോലീസ് അങ്ങനെ അപ്പുറവും ഇപ്പുറവും വട്ടമിട്ട് ലോക്കിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഗേറ്റിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് രണ്ടുപേരും. ആ പ്രവർത്തകനും 2 പോലീസുകാരും ഗേറ്റിൻ്റെ മുകളിൽ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. അവിടെ ജലപീരങ്കി പ്രയോഗം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ പ്രവർത്തക പങ്കാളിത്തം അവിടെയുണ്ട്. പോലീസുമായി നേർക്കുനേർ കയ്യാങ്കളിയിലേക്ക് എത്തുന്നു. അതിൻ്റെ കവാടം മറികടക്കാനുള്ള ശ്രമത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. കവാടത്തിൻ്റെ മുകളിലേക്ക് എത്തിയ ഒരു പ്രവർത്തകനെ അവിടെ തന്നെ ലോക്കിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നു പോലീസ്. ആ ദൃശ്യങ്ങൾ നേരത്തെ കാണുകയും ചെയ്തിരുന്നു. അരുൺ പൂപ്പറമ്പ വാർത്തയുടെ വിവരങ്ങളുമായി. അരുൺ, ഇത് സംഘർഷ സാഹചര്യങ്ങളിലേക്കും നേർക്കുനേർ കയ്യാങ്കളിയിലൊക്കെ പോവുകയാണെന്ന് തോന്നുന്നല്ലോ അരുൺ. കാശ്മീർ മാർച്ച് കഴിച്ച ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരുന്നു ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ഈ കവാടം മറികടക്കുന്നതിന് ശ്രമം നടത്തിയത്. അതിനിടെ പ്രവർത്തകരും പോലീസ് പ്രയോഗിച്ചു. പ്രവർത്തകർ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസും പ്രവർത്തകരും തമ്മിൽ പലതവണയായി ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയിരുന്നില്ല. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് പ്രകോപനമുണ്ടായി. ഈ DM ഓഫീസിന്റെ കവാടം മറികടക്കുന്നതിന് വേണ്ടി പ്രവർത്തകർ ശ്രമം നടത്തി. അതിനിടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. പോലീസ് ജലപീരങ്കിച്ചത്. അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഉന്തും തള്ളും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. 100-ലധികം പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെയും വലിയ സുരക്ഷാ വിന്യാസം ഉണ്ടായിരുന്നു. പോലീസ് ഈ കവാടം മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ച ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു. അതിനുശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. അതിപ്പോഴും തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ, ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹൻ ഉൾപ്പെടെയുള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോമോനാണ്. അതിന് തൊട്ട് പിന്നാലെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെയാണ് പ്രവർത്തകർ കവാടം മറികടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി. വനിതാ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അവിടെ വനിതാ പ്രവർത്തകരടക്കം കണ്ണൂരുണ്ട്. ഒരു വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്ന കണ്ണൂരെയും മറു വിൻഡോയിൽ കാണുന്ന വയനാട്ടെയുമാണ്. വയനാടും ഏതാണ്ട് സംഘർഷ സാധ്യതയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. വയനാട് എവിടെയാണ്, എങ്ങോട്ടേക്കാണ് മാർച്ച്? വയനാടും DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിനടുത്താണ് ഈ പറയുന്ന DMO ഓഫീസ്. അങ്ങോട്ടേക്കാണ് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് പോലീസുമായി ഒരു നേർക്കുനേർ കയ്യാങ്കളിയിലേക്ക് പോവുകയാണ്. ഒരു ശക്തി പരീക്ഷണത്തിലേക്ക് പ്രവർത്തകർ നിൽക്കുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നു. അവിടെയും ഈ പറയുന്ന ആ കെട്ടിടത്തിൻ്റെ ഗേറ്റ് മറികടക്കാൻ, ചാടിക്കടക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട്. കണ്ണൂരും വയനാടും ഒക്കെ വലിയ പ്രവർത്തക പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്നു. അതിനിടയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. സംസ്ഥാനമെമ്പാടും ആരോഗ്യമന്ത്രിയുടെ രാജി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. ഇത് കണ്ണൂരിൽ ദൃശ്യങ്ങളാണ് കാണുന്നത്. അരുൺ പൂപ്പറമ്പ തുടരുന്നു. അരുൺ, ഈ ഗേറ്റിനപ്പുറത്തേക്ക് കടക്കാൻ പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ടോ? ചില പ്രവർത്തകർ DM ഓഫീസിന്റെ കവാടം കടന്ന് ഇപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഒരു വശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. അതിനിടയിൽ ചില പ്രവർത്തകർ കവാടം മറികടന്ന് അകത്തേക്ക് കയറിയിരിക്കുന്നു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഒരു തരത്തിലും ഈ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് വഴങ്ങാൻ തയ്യാറായിട്ടില്ല. വനിതാ പ്രവർത്തകരുൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പോലീസ് ഈ കവാടം മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കും വലിയൊരു സംഘർഷാവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നു. അവിടെ വലിയ ഒന്നും ഉണ്ടാവുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുന്ന കയ്യാങ്കളി എപ്പോഴും ലാത്തിച്ചാർജിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ പോലീസും പ്രവർത്തകർ ഒരു വലിയ സംഖ്യ പ്രവർത്തകർ അവിടെ ഉണ്ട്. അതിന് ആനുപാതികമായി പോലീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണെന്ന് തോന്നുന്നു. പോലീസുമായി നേർക്കുന്ന കയ്യാങ്കളി എപ്പോഴും ലാത്തിച്ചാർജിലേക്കോ ജലപീരങ്കി പ്രയോഗത്തിലേക്കോ അവിടെ കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. വലിയ പ്രതിഷേധം ജലപീരങ്കി പ്രയോഗം നേരത്തെ ഉണ്ടായതാണെന്ന് തോന്നുന്നു. അവിടെ അരുൺ പൂർവ്വ തുടരുന്നു. അരുണ, ലാത്തിച്ചാർജിലേക്ക് എത്തുമോ കാര്യങ്ങൾ? ലാത്തിച്ചാർജിലേക്ക് നിലവിൽ എന്തായാലും പോലീസ് കടന്നിട്ടില്ല. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ ലാത്തിച്ചാർജ് ഉൾപ്പെടെ ആവശ്യമായി വരും. കാരണം പ്രവർത്തകർ ഒരു തരത്തിലും പിന്തിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അറസ്റ്റ് വരിക്കാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വഴങ്ങാനോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല. എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോഴും ഈ പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. പല തവണയായി പോലീസും പ്രവർത്തകരും കയ്യാങ്കളിയുണ്ടായി, വാക്കുതർക്കമുണ്ടായി, അല്ലെങ്കിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനിടെ ജലപീരങ്കി പ്രയോഗിച്ചു. ചില പ്രവർത്തകർ ഇപ്പോഴും അകത്തേക്കയത് ഈ കവാടം മറികടന്ന് ഈ DMO ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അതിനിടെയാണ് പുറത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ പല തവണയായി പല റൗണ്ടുകളിലായി ഇത്തരത്തിൽ ഉന്തും തള്ളും കയ്യേറ്റവും ഉൾപ്പെടെ കയ്യാങ്കളി ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തത്. പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ പിരിഞ്ഞു പോവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ അണിനിരന്നുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോഴും തുടരുന്നത്. അതിനിടെ ചില നേതാക്കളെയും ചില പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി. പക്ഷേ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ അതിൽ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. ശക്തമായ പ്രതിഷേധം. വീണ്ടും പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലാത്തി ഇതുവരെ പോലീസ് വീശിയിട്ടില്ല. വീണ്ടും ഇതാ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കാൻ പോകുന്നു. വീണ്ടും അതായത് രണ്ടാം ബാക്ക് ടു ബാക്ക് ജലപീരങ്കി പ്രയോഗമാണ്. രണ്ടാം തവണയാണ് ജലപീരങ്കി പ്രയോഗം. ജലപീരങ്കിയിൽ കൈകൾ കോർത്തു പിടിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ഇന്ന് ജലപീരങ്കി അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. അതിശക്തമായ ജലപീരങ്കി പ്രയോഗം നടക്കുന്നുണ്ട് അവിടെ കണ്ണൂരിൽ.